ഇത് തവളപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് അവരുടെ ഭർത്താവും ആ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും. ഇത് അവരുടെ വേലക്കാരൻ സുന്ദരൻ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയുടെ പേരാ. കൊച്ചമ്മേ, കാലിനെന്ത് പറ്റി? ഒന്നും പറയണ്ട. രാവിലെ അപ്പുറത്തെ വീട്ടിലെ എണ്ണങ്കട്ടോളെ കണിയേണ്ടതാ. പടി തട്ടി കാലുളുക്കി. കൊച്ചമ്മേ, കണി കാണുകയാണെങ്കിൽ ഐശ്വര്യമുള്ള മുഖം കണി കാണണം. അതിന് ഈ നാട്ടിൽ എവിടെയാടോ ഒരു ഐശ്വര്യമുള്ള മുഖം? അത് ശരിയാട്ടോ. അതുകൊണ്ടായിരിക്കും മുതലാളി രാവിലെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോകുന്നത് ലക്ഷ്മിക്കുട്ടി ആന്റിയെ കണി കാണാൻ. നേരാണോടോ നീ പറയുന്നേ? നേരാ കൊച്ചമ്മേ. അങ്ങനെ ഇങ്ങോട്ട് വന്നോട്ടെ. ഓ, എഴുന്നേറ്റായിരുന്നോ? എന്താ അമ്പലക്കുളത്തിൽ പോണില്ലേ കണി കാണാൻ? എന്തിന്? കണി കാണാൻ. ആ എടി ഒരു രസം. ഇന്ന് രാവിലെ വെളുപ്പിന് ഞാൻ ഒരു കിടിലൊരു സ്വപ്നം കണ്ട്. മന്ത്രിയാവുന്നാണോ? അയ്യോ അല്ല, നമ്മളെ പാക്കാന്റെ തട്ടുകടന്നുള്ള കിടിലൻ ദോശയും നല്ല സാമ്പാറും തന്നെ ഒരു സ്വപ്നം. ഒരു സത്യം പറയട്ടെ, നിങ്ങളെ ഒരു തറയാ. സ്വപ്നത്തിലെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചിക്കനും നൂഡിൽസും കഴിക്കുന്ന സ്വപ്നം കണ്ടുകൂടും. എന്നിട്ട് വേണം മുതലാളിയെ ഹോട്ടലുകാരും മുറിയിലിട്ട് പൂട്ടാൻ. എടാ, അതിന് നമ്മ സ്വപ്നല്ലേ കാണുന്നേ? കൊച്ചമ്മേ, സ്വപ്നം നമ്മക്കറിയാം, ഹോട്ടലുകാർക്കറിയാമോ? ഇതുപോലൊരു മണ്ടൻ. ആ ഇന്ന് ഗസ്റ്റ് ഹൗസിൽ MLA വരും, എനിക്കൊന്ന് കാണണം. നീ ആ ഷർട്ടും കൂടെ എടുത്തു പോയി. ഓ എടാ സുന്ദര, ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ കയറ്റി ഇരുത്തുവോ ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ ചെയ്തോ? അച്ഛൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞില്ല, പരിചയമില്ലാത്ത ആര് വന്നാലും വീട്ടിൽ കയറ്റി ഇരുത്തില്ലെന്ന്. നിനക്ക് എന്റെ അച്ഛനെ അറിയത്തില്ലേ? 3 മാസം മുമ്പ് ഇവിടെ വന്നതല്ലേ? അന്ന് വന്നത് താടി മീശ ഒന്നും ഇല്ലാത്ത അച്ഛനല്ലേ. ഇന്നലെ വന്നത് താടി മീശ ഉള്ള അച്ഛനാ. എനിക്കറിയാം കൊച്ചമ്മയ്ക്ക് 2 അച്ഛനുണ്ടെന്ന്. എടാ തിരുമണ്ട, എനിക്ക് ഒരച്ഛനേ ഉള്ളൂ. അന്ന് വന്നപ്പോ അച്ഛന് താടിയില്ലായിരുന്നു. ഇപ്പൊ ശബരിമലയ്ക്ക് പോവാൻ വ്രതത്തിലാ, അതുകൊണ്ട് താടി വളർന്നു. ആ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഈ വീട്ടിൽ ആര് വന്നാലും നല്ല രീതിയിൽ സൽക്കരിക്കണം. അവരെ വീട്ടിനകത്ത് കയറ്റിയിരുത്തണം. അവർക്ക് ഒരു കുറവും വരുത്തരുത്. ഒന്നുമില്ലല്ലേ, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ. അടുത്ത ഇലക്ഷൻ എനിക്ക് വോട്ട് കിട്ടാനുള്ളതല്ലേ. അപ്പൊ ഞാൻ വൈദ്യന്റെ അടുത്ത് പോയിട്ട് വരാം. ആര് വീട്ടിൽ വന്നാലും സൽക്കരിക്കണം. ഞാനും വരുന്നു. ഇന്നലെ പാർട്ടി ഓഫീസിൽ ഒരു തല്ലി തീർക്കാൻ പോയതാ. നടുവൊന്ന് നല്ലപോലെ തിരുമണം. ആ നീ ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്. കിട്ടി. അയ്യോ ഓ എടാ സുന്ദര, വന്നോ? ആ കൊച്ചമ്മ മരുന്ന് വാങ്ങിച്ചോ? ഓ മരുന്നൊക്കെ വാങ്ങിച്ചു. ആ വല്ല വിരുന്നുകാരും വന്നായിരുന്നോ? നിങ്ങള് പോയ പുറകെ ഒരു വിരുന്നുകാരൻ വന്നിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ എല്ലാ വിവരം ചോദിച്ചിട്ട് ആഹാരമൊക്കെ കൊടുത്ത്, എന്നിട്ട് നിങ്ങള് കിടക്കുന്ന ബെഡേ കിടന്ന് ഉറങ്ങുക. അയ്യോടാ, അത് കൊള്ളാലോ. എടാ സുന്ദര, നീ മിടുക്കൻ തന്നെ, സമ്മതിച്ച്. അതിഥികളെ നിനക്ക് സ്വീകരിക്കാൻ അറിയാമല്ലോ. മുതലാളി ഒന്ന് പറഞ്ഞു തന്നാ മതിയില്ലേ. പിന്നെ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് AC ഒക്കെ ഓൺ ചെയ്ത് കൊടുത്തോ? നല്ല രീതിയിൽ സൽക്കരിച്ചല്ലോ. സന്തോഷമായിരുന്നു. എന്നാ എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണണം. നീ വിളിക്ക്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അശോ, എന്നാ പിന്നെ ഞാൻ പോയി പിടിച്ചോണ്ട് വരാം. ചെല്ലു ചെല്ലു വേം. ഇതെന്തൊരു കോലമാ? ഞാൻ പറഞ്ഞ അതിഥി എങ്ങനെയുണ്ട്?